മക്കള് നന്നാകാൻ വേണ്ടി ദുആ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു, ദുആ ചെയ്യിപ്പിക്കേണ്ട ഒരു അവസ്ഥ വന്നു. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഞാൻ പറയുകയാണ്, നമ്മുടെ മക്കൾ അനുസരണയുള്ളവരാകാൻ ദുആ ചെയ്യിപ്പിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്തില്ല? അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്തിരുന്നുവെങ്കിൽ ഒരിക്കലും അവൾ അനുസരണക്കേട് കാണിക്കുന്നവരാകൂല. അത് എപ്പോഴാണ് നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്? മക്കളും മാതാപിതാക്കളും കേൾക്കാൻ വേണ്ടി പറയുകയാണ്, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. മക്കള് നന്നാകാൻ വേണ്ടി ദുആ ചെയ്യുകയും ദുആ ചെയ്യിപ്പിക്കുകയും ചെയ്യേണ്ടത് മക്കള് പ്രായപൂർത്തിയായതിനു ശേഷമല്ല, അല്ലെങ്കിൽ 10 വയസ്സാകുമ്പോഴല്ല, 5 വയസ്സാകുമ്പോഴല്ല, പ്രസവിക്കുമ്പോഴല്ല. സഹോദരങ്ങളെ, പ്രസവിക്കുന്നതിന് മുമ്പല്ല, നിന്റെ ഭാര്യ ഗർഭിണിയാകുന്നതിന് മുമ്പേ നിന്റെ മക്കൾ അനുസരണയുള്ളവരാകാൻ നീ ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. നമ്മളെപ്പോഴാ ദുആ ചെയ്യുക? മക്കൾ അനുസരണയുള്ളവരാകാൻ വേണ്ടി. 20 വയസ്സായി 25 വയസ്സായി പോത്തുപോലെ വളർന്നു, ഉസ്താദിന്റെ അടുക്കൽ വന്ന് ലെറ്റർ കൊടുത്തു വിട്ട് ദുആ ചെയ്യാൻ. എന്റെ മകൻ 25 വയസ്സായി, അനുസരണയില്ല. 20 വയസ്സായി, അനുസരണയില്ല. അന്നല്ല അനുസരണയുള്ളവരാകണം, മക്കൾ അനുസരണയുള്ളവരാകണം എന്നുള്ള ബോധം മാതാപിതാക്കൾക്കുണ്ടാകേണ്ടത് അന്നല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ഒരു ഭാര്യയെ സ്വീകരിക്കുമ്പോൾ, ഒരു പുരുഷൻ ഒരു ഭാര്യയെ സ്വീകരിക്കുമ്പോൾ, ആ ഭാര്യ ഒരു ഭർത്താവായിട്ട് ഒരു പുരുഷനെ സ്വീകരിക്കുമ്പോൾ അന്നു മുതലേ നീ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വജന്നിബി ശൈത്താൻ ഫീമാ റസഖ്തനാ. എല്ലാവരും ചെയ്തിട്ടുണ്ടാകും ഈ ദുആ, നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടാകും. ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ തുടക്കം മുതൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെയ്യേണ്ട ദുആയാണ്. അതെ, അപ്പോഴും ഇപ്പോഴും എപ്പോഴും ചെയ്യേണ്ട ഒരു ദുആയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ, സഹോദരങ്ങളെ ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ, അവരുടെ ആദ്യ രാത്രിയിൽ തന്നെ അവർ ആദ്യമായി ചെയ്യേണ്ട ദുആ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വജന്നിബി ശൈത്താൻ ഫീമാ റസഖ്തനാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ശൈത്താനിന്റെ ശർറിനെ നീ വിദൂരത്താക്കണേ അല്ലാഹ്. ശൈത്താനിന്റെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും, എല്ലാ വായ്ക്കടി വലയങ്ങളിൽ നിന്നും ഞങ്ങളെ നീ മോചിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെയും നീ മോചിപ്പിക്കണേ അല്ലാഹ്. തീർന്നില്ല, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, വർഷങ്ങളോളം സന്താനങ്ങളില്ലാതെ ദുആ ചെയ്ത് അവസാനം ഒരു മകനെ കിട്ടിയ ഒരു പിതാവിന്റെ കാര്യം അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. ആരാണത്? അതൊരു പ്രവാചകനാണ്, ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. വർഷങ്ങളോളം ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പടച്ചവനായ തമ്പുരാൻ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് വയസ്സായതിനു ശേഷമാണ്, ഒരുപാട് പ്രായമാധിക്യമായതിനു ശേഷമാണ് മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബിക്ക് കൊടുക്കുന്നതോ. ആ വർഷം മുഴുവനും, ആ സമയം മുഴുവനും ഒരു മകനെ കൊടുക്കുന്ന ദിവസം വരെയും സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തതെന്നറിയോ? യാ സക്കരിയ يرثني ويرث من آل يعقوب واجعله رب رضيا يا زكريا إنا نبشرك بغلام اسمه يحيى لم نجعل له من സമീയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്, പടച്ചവനെ എനിക്കൊരു മകനെ നൽകണേ അല്ലാഹ്, എനിക്കൊരു കുഞ്ഞിനെ നൽകണേ റബ്ബേ. ആ കുഞ്ഞ് എങ്ങനെയുള്ള കുഞ്ഞാകണമെന്നറിയോ? സൗന്ദര്യമുള്ള കുഞ്ഞാകണമെന്നല്ല സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തതോ. നല്ല ബുദ്ധിയുള്ള, നല്ല തന്റെ ഇടമുള്ള,
ഭംഗിയുള്ള നല്ല ആരോഗ്യമുള്ള നല്ല സൗന്ദര്യമുള്ള ആര് കണ്ടാലും മോഹിച്ചു പോകുന്ന ഒരു കുഞ്ഞിനെ നൽകണമെന്നല്ല സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തത്. പിന്നെയോ സക്കരിയ നബി ദുആ ചെയ്തു വജഅൽഹു റബ്ബി റളിയാ വജഅൽഹു റബ്ബി റളിയാ. പടച്ചവനെ, എന്റെ മകനാണെങ്കിലും മകളാണെങ്കിലും നീ തരുന്ന ഒരു കുഞ്ഞ് എനിക്ക് സന്താനം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. വർഷങ്ങളോളമായ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അല്ലാഹുവേ, നീ എന്നെനിക്കൊരു കുഞ്ഞിനെ നൽകിയാലും നീ എന്നെനിക്കൊരു സന്താനത്തിനെ നൽകിയാലും വജഅൽഹു റബ്ബി റളിയാ. പടച്ചവനെ, നിനക്ക് പൊരുത്തപ്പെട്ട ഒരു കുഞ്ഞിനെ നീ എനിക്ക് നൽകണേ അല്ലാഹ്. നിനക്ക് പൊരുത്തപ്പെട്ട ഒരു കുഞ്ഞിനെ എനിക്ക് നീ നൽകണേ അല്ലാഹ്. ഭാര്യ ഗർഭിണിയായിട്ടില്ല, കുഞ്ഞിനെ കൊടുക്കാൻ അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടില്ല. ആ സമയത്തും സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തത് വജഅൽഹു റബ്ബി റളിയ. നമ്മുടെ ഭാര്യയും ഗർഭിണിയാകുന്നതിന് മുമ്പേ ഭാര്യയും ഭർത്താവും മാതാപിതാക്കളാകാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും സഹോദരങ്ങളെ ദുആ ചെയ്യണം. വജഅൽഹു റബ്ബി റളിയ. അല്ലാഹുവേ, നല്ല സൗന്ദര്യമുള്ള കുഞ്ഞിനെ നൽകണമെന്നല്ല, നല്ല ആരോഗ്യമുള്ള തന്റേടമുള്ള നല്ല പഠിക്കുന്ന ബുദ്ധിയും സാമർഥ്യവുമുള്ള കുട്ടിയെ തരണമെന്നല്ല. അതൊക്കെ വേണം. അതൊക്കെ ദുആ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യണം. അല്ലാഹുവേ, നിനക്ക് പൊരുത്തപ്പെട്ട ഒരു കുഞ്ഞിനെ നീ എനിക്ക് നൽകണം. നിനക്ക് തൃപ്തി വരണം, നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞ്. അങ്ങനെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്ത് നോക്ക്. നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളെ അനുസരിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന മക്കൾ നിങ്ങൾക്ക് പടച്ചവനായ തമ്പുരാൻ തരും, ഉറപ്പാണ്. തുടക്കത്തിലെ ദുആ ചെയ്യണം. അല്ലാതെ 15 വയസ്സ് കഴിഞ്ഞ് 20 വയസ്സ് കഴിഞ്ഞതിന് ശേഷമല്ല മക്കൾ നന്നാകാൻ വേണ്ടി ദുആ ചെയ്യാനുള്ളത്. സഹോദരങ്ങളെ, ആ മക്കളോട് നമുക്ക് കടമകളുള്ളവരാണ്. മക്കളെ തരാൻ അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ, നമ്മൾ മാതാപിതാക്കളാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ദുആയ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, മക്കളോട് നിങ്ങൾ എന്ത് ചെയ്യുക? നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക. നമസ്കരിക്കുന്ന കാര്യത്തിൽ ഇന്ന് മക്കള് പുറകോട്ട. മാതാപിതാക്കൾക്ക് നിസ്കാരമുണ്ട്, പക്ഷേ മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞിട്ട് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എന്നുള്ളൊരു പരാതി മാതാപിതാക്കൾക്കുണ്ട്. സഹോദരങ്ങളെ, എപ്പോഴാ നിസ്കരിക്കാൻ വേണ്ടി മക്കളോട് കൽപ്പിക്കേണ്ടത്? എപ്പോഴാ കൽപ്പിക്കാൻ പറഞ്ഞത്? എപ്പോഴാ നിങ്ങളോട് മാതാപിതാക്കൾ കൽപ്പിക്കാൻ വേണ്ടി നിസ്കാരം കൊണ്ട് കൽപ്പിച്ചത്? എത്ര വയസ്സിലാ കൽപ്പിച്ചിട്ടുണ്ടോ ഇതുവരെങ്കിലും? ഇല്ല. സഹോദരങ്ങളെ, മക്കളോട് മാതാപിതാക്കൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കേണ്ടത് എപ്പോഴാണ്? വഅ്മുർ അഹ്ലക ബിസ്സലാത്ത് വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിങ്ങൾ നമസ്കാരമുള്ളവരാകണേ. നിങ്ങളുടെ കുടുംബക്കാരോട് നിങ്ങൾ നമസ്കാരം കൊണ്ട് കൽപ്പിക്കണേ. നിങ്ങൾ മാത്രം നമസ്കരിച്ചാൽ പോരാ, നിങ്ങളുടെ ഭാര്യ നമസ്കാരമുള്ളവരാകണം, നിങ്ങളുടെ ഭർത്താവ് നമസ്കാരമുള്ളവരാകണം, നിങ്ങളുടെ മക്കളും സഹോദരങ്ങളും വീട്ടിലുള്ള എല്ലാ പേരും നമസ്കാരമുള്ളവരാകണമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസുണ്ട്, വീട്ടിലുള്ള എല്ലാവരും, ഒരു വീട്ടിൽ താമസിക്കുന്ന എല്ലാവരും നിസ്കരിച്ചാൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ മുഴുവൻ ബറക്കത്തിനെയും ഇറക്കുകയുള്ളൂ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഒരു ഹദീസുണ്ട്. 5 പേരുണ്ട്, 2 പേരെ ആ വീട്ടിൽ നിസ്കരിക്കുന്നുള്ളൂ, ബാക്കി 3 പേരും തോന്നിയതുപോലെ നിസ്കാരം ഒന്നുമില്ല. എങ്കിൽ ആ വീട്ടിൽ ഈ 2 പേർക്കുള്ള ബറക്കത്ത് മാത്രമേ ഇറങ്ങുള്ളൂ. ഈ 3 പേർക്ക് ബറക്കത്തില്ല. ആ 3 പേർ കിടക്കുന്ന ബെഡിൽ ബറക്കത്തില്ല. ആ 3 പേര് കഴിക്കുന്ന ഭക്ഷണത്തിൽ ബറക്കത്തില്ല. ധരിക്കുന്ന വസ്ത്രത്തിൽ ബറക്കത്തില്ല. ആ 3 പേര് ഏർപ്പെട്ടിരിക്കുന്ന ജോലികളിൽ ബറക്കത്തില്ല. ആ വീട്ടിലെ 2 പേർക്കേ ബറക്കത്തുള്ളൂ. മുഴുവൻ ആളുകൾക്കും ബറക്കത്ത് വേണോ?
എല്ലാവരും നിസ്കരിച്ചിരിക്കണം. എല്ലാവരും നിസ്കരിച്ചിരിക്കണം. സഹോദരങ്ങളെ, നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മൾ മക്കൾക്ക് കൊടുക്കാൻ പാടില്ല. ഞാൻ മാതാപിതാക്കളോട് അടിവരയിട്ടുകൊണ്ട് ഗൗരവത്തിലെടുക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മുടെ മക്കളെ ചെറിയ മക്കളല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഓരോ മാതാപിതാക്കളും അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാറുണ്ട്. അവന് 10 വയസ്സല്ലേ ആയുള്ളൂ, അവന് 15 വയസ്സേ ആയുള്ളൂ, അതുകൊണ്ട് അവൻ ഇപ്പോഴും നമസ്കരിച്ചില്ലേലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ മക്കളെ നമസ്കരിക്കാനുള്ള മാർഗം ഒരുക്കി കൊടുക്കാതെ, സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാതെ മാതാപിതാക്കൾ അവരുടെ കാര്യങ്ങളും നോക്കി നടക്കുന്നവരുണ്ട്. സഹോദരങ്ങളെ പാടില്ല, സഹോദരിമാരെ പാടില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ശ്രദ്ധിച്ചോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു വക്കാലത്ത് വരികയാണ്. സഹോദരങ്ങളെ, മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണിന്റെ കൈ മുറിക്കപ്പെടാൻ അല്ലാഹുവിന്റെ റസൂൽ ഓർഡർ നൽകുകയാണ്. എന്തിനാണെന്നറിയോ സഹോദരങ്ങളെ? ആ പെണ്ണ് മോഷ്ടിച്ചിരിക്കുകയാണ്, മോഷണം നടത്തിയിരിക്കുകയാണ്. മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട പെണ്ണ്, ആ പെണ്ണ് മോഷ്ടിച്ചതിന്റെ പേരിൽ ആ പെണ്ണിന്റെ 2 കരങ്ങളും മുറിക്കാൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുകയാണ്. അത് പരിശുദ്ധമായ ഖുർആനിന്റെ നിയമമാണ്. വസ്സാരിഖു വസ്സാരിഖു ഫഖതഉ ഐദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാലൻ മിനല്ലാഹ് വല്ലാഹു അസീസുൻ ഹകീം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മോഷ്ടിച്ചതാണാകട്ടെ പെണ്ണാകട്ടെ അവന്റെ 2 കരങ്ങളും മുറിക്കണം. അവന്റെ 2 കരങ്ങളും മോഷ്ടിച്ച കാരണത്താൽ മുറിക്കണമെന്നാണ്. അതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കൊടുക്കുന്ന വിധി, അതാണ് ശിക്ഷയെങ്കിൽ സഹോദരങ്ങളെ, മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് മോഷ്ടിച്ചപ്പോ പ്രവാചകന്റെ മുമ്പിലേക്ക് വരികയാണ് ബഹുമാനപ്പെട്ട ഉസാമ റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറയുന്നു, നബിയേ, മഖ്സൂമിയ ഗോത്രത്തിലെ പെണ്ണാണ് മോഷ്ടിച്ചത് നബിയേ, ആ പെണ്ണിന്റെ കൈ മുറിക്കല്ല നബിയേ, ആ പെണ്ണിനെ ശിക്ഷ നടപ്പിലാക്കല്ല നബിയേ. കാരണം എന്തെന്ന് ചോദിക്കുമ്പോ മഖ്സൂമിയ ഗോത്രക്കാര് തറവാടിത്തമുള്ളവരാണ്, അവർ കുടുംബമഹിമയുള്ളവരാണ്, അവർ കുലമഹിമയുള്ളവരാണ്. അവർക്ക് അങ്ങനെ ഒരു ശിക്ഷ നടപ്പിലാക്കിയാൽ അവർക്കത് കുറച്ചിലാണ് നബിയേ, അവർക്ക് കുറവാണ് നബിയേ, അവർക്കത് പരിഹാസമാണ് നബിയേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ഒരു വിട്ടുവീഴ്ച ചെയ്യുമോ നബിയേ? ആ സമയത്ത് പ്രവാചകർ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അടുത്ത് നിൽക്കുന്ന ചെറുപ്രായക്കാരിയായ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അടുത്ത് നിൽക്കുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ നിൽക്കുന്നത് ആരെന്നറിയോ ഉസാമ? ഇതെന്റെ കരളിന്റെ കഷണമാണ് ഉസാമ, ഇതെന്റെ ശരീരത്തിന്റെ ഭാഗമാണ് ഉസാമ. അവളുടെ സന്തോഷമാണ് എന്റെ സന്തോഷം, അവളുടെ സന്താപമാണ് എന്റെ സന്താപം. അവൾ ഏതെങ്കിലും സമയത്തൊന്ന് വേദനിച്ചാൽ, ദുഃഖിച്ചാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല ഉസാമ. അത്രത്തോളം ബന്ധം എനിക്ക് ഫാത്തിമയുമായിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ കൊച്ചുമകളായ ഫാത്തിമയുണ്ടല്ലോ, അതേ പ്രവാചകനെ പോലെ ചിരിക്കുന്ന ഫാത്തിമ, പ്രവാചകനെ പോലെ കവിൽ തടമുള്ള ഫാത്തിമ, പ്രവാചകനെ പോലെ നടക്കാൻ കഴിവുള്ള ഫാത്തിമ. പ്രവാചകൻ വരുന്നതായിട്ട് തോന്നും നിബിധങ്ങള്, പൊന്നാരമകള് ഫാത്തിമ നടന്നു വന്നാൽ പ്രവാചകൻ നടക്കുന്നത് പോലെ നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ പ്രവാചകനെ ഉരിച്ചു വെച്ചിരിക്കുന്ന സൗരഭ്യത്തിന്റെ നിറകുടമേ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതെന്തെന്നറിയോ? ഉസാമ, നീ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇന്ന ഫാത്തിമത സറഖത് ലഖതഅതു യദഹാ, ഇന്ന ഫാത്തിമത സറഖത് ലഖതഅതു യദഹാ. എന്റെ പൊന്നാര മകള് ഫാത്തിമയാണ് കട്ടതെങ്കിലും അവളുടെ കൈ ഞാൻ മുറിക്കും ഉസാമ, അവളുടെ കൈ ഞാൻ മുറിക്കും ഉസാമ. ദീനിന്റെ വിഷയത്തിൽ അത് ആരാണേലും ഒരു വിട്ടുവീഴ്ചയും ഇല്ല ഉസാമ.
നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനിന്റെ വിഷയത്തിൽ നബി തങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയില്ല. എന്റെ കരളിന്റെ കഷണമാണ് ഈ നിൽക്കുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ബർത്ത്ഡേ ആഘോഷിക്കാൻ നമുക്ക്, നമ്മുടെ മക്കളുടെ ജന്മദിനം നമുക്ക് ആഘോഷിക്കാം, അനുവദനീയമാണ്. എങ്ങനെ? സഹോദരങ്ങളെ, 7 വയസ്സായ മക്കൾ അല്ലെങ്കിൽ 10 വയസ്സായ മക്കളാകട്ടെ, ആരുമാകട്ടെ, എത്ര വയസ്സും ആകട്ടെ, ആ മക്കൾക്ക് വയസ്സ് തികയുമ്പോൾ സഹോദരങ്ങളെ, ആദ്യമായി നീ ബർത്ത്ഡേ ആഘോഷിക്കാൻ തുടങ്ങേണ്ടത് എങ്ങനെയാണെന്നറിയോ? പടച്ചവനായ തമ്പുരാനെ നീ സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കണേ. അൽഹംദുലില്ലാഹ്. പടച്ചവനെ, എന്റെ മകനെ നീ ഇതുവരെയും 7 വയസ്സ് വരെ, 10 വയസ്സ് വരെ, 12 വയസ്സ് വരെ, 15 വയസ്സ് വരെ ഒരു അസുഖവുമില്ലാതെ, വലിയ വലിയ ദുരന്തങ്ങളിൽ പെടുത്താതെ, അപകടങ്ങളിൽ പെടുത്താതെ, പടച്ചവനെ വലിയ വലിയ അസുഖങ്ങളൊന്നും കൊടുക്കാതെ ആരോഗ്യവാനായി ബുദ്ധിയുള്ള ഒരു കുട്ടിയായി, സാമർഥ്യമുള്ള ഒരു കുട്ടിയായി എന്റെ കയ്യിൽ നീ സുരക്ഷിതമായി ഏൽപ്പിച്ചുള്ള തമ്പുരാനെ, അൽഹംദുലില്ലാഹ് എന്ന് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചിട്ട് സഹോദരങ്ങളെ, പാവപ്പെട്ടവർക്ക് നീ ഭക്ഷണം വിളമ്പി കൊടുത്തോ, പാവപ്പെട്ടവർക്ക് നീ ഭക്ഷണം വെച്ചു കൊടുത്തോ, പള്ളിക്ക് നീ സംഭാവന കൊടുത്തോ, ആഫിദീങ്ങൾക്ക് നീ സംഭാവന കൊടുത്തോ, അതേ മുതഅല്ലിമീങ്ങളെ വിളിച്ചിട്ടൊരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും നീ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ, സഹോദരങ്ങളെ, നിന്റെ പടച്ചവനായ തമ്പുരാൻ നിന്റെ മക്കളെ സുരക്ഷിതമായി പൊന്നുപോലെ നോക്കുമെന്ന് സഹോദരങ്ങളെ ഉലമാക്കൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ബർത്ത്ഡേ ആഘോഷിക്കേണ്ടത്. ഭക്ഷണം വെക്കുന്നതിലൊന്നും കുഴപ്പമൊന്നുമില്ല. യൂറോപ്യൻ സംസ്കാരങ്ങളൊന്നും നമ്മൾ കടമെടുക്കേണ്ട കാര്യമില്ല. ഹാപ്പി ബർത്ത്ഡേ 2U എന്നും 3U എന്നും 4U എന്നും പറഞ്ഞുകൊണ്ട് മെഴുകുതിരി അണച്ചിട്ട് കേക്ക് മുറിക്കല്, അത് യൂറോപ്യന്റെ സംസ്കാരമാണ്. കേക്ക് മുറിക്കാതെ തിന്നാൻ പറ്റൂല, കേക്ക് മുറിച്ചേ തിന്നാനും പറ്റുള്ളൂ. അത് ബർത്ത്ഡേക്ക് വേണ്ടി മുറിക്കുന്ന കാര്യമല്ല. അതിന് പ്രത്യേകമായൊരു ചടങ്ങില്ല. ചടങ്ങെന്ന് പറയുന്നത് ഇതേയുള്ളൂ. പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുക്കുക. അല്ലാഹുവേ, എന്റെ മകനെ നീ 10 വയസ്സ് വരെ സുരക്ഷിതമായി എന്റെ കരങ്ങളിൽ നീ എത്തിച്ചില്ലേ, ഒരു കുഴപ്പവും വരുത്തിയില്ലല്ലോ, എന്റെ മകൻ ഇപ്പോഴും ഓടിച്ചാടി കിടക്കുന്നുണ്ട്. എത്രയോ മക്കൾ ഈ പ്രായത്തിലും RCCയിൽ കിടക്കാണ്. എത്രയോ മക്കള് വലിയ രോഗങ്ങൾ പിടിപെട്ട്, തളർവാദം പിടിപെട്ട് കിടക്കുന്നവരുണ്ട്, അംഗവൈകല്യം സംഭവിച്ച് കിടക്കുന്ന മക്കളുണ്ട്. എന്റെ മകൾക്കോ മകനോ നീ അത് തന്നില്ലല്ലോ റബ്ബേ, അൽഹംദുലില്ലാഹ്. അനാഥകൾക്ക് നീ കൊടുത്തോ, ഒരു 100 രൂപ, 1000 രൂപ, ഒരു ജോഡി ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് നിന്റെ മകനെ ഇനിയും അല്ലാഹു തആല പൊന്നുപോലെ നോക്കും. അല്ലാഹു നോക്കും. അങ്ങനെയാ ബർത്ത്ഡേ ആഘോഷിക്കേണ്ടത്. കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളി സഹോദരങ്ങളെ. ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ആ മക്കളോട്, നീ നിസ്കരിക്കണം. പറഞ്ഞോ? ഇല്ല, പറയാൻ നമുക്ക് സമയമില്ല. കാരണം എന്താ? നമ്മൾ ഇപ്പോഴും വിചാരിക്കുന്ന അവൻ കൊച്ചുന്നാണ്, ചെറുതെന്നാണ്. അവൻ ഇപ്പോഴും ചെറുതെന്നാണ്. ശരി സഹോദരങ്ങളെ, ചെറുത് തന്നെയാണ്. പക്ഷെ ആ ചെറിയ മക്കളല്ലേ വലുതാകുന്നത്. ചെറുതിലെയുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നാണ് ചൊല്ല്. സഹോദരങ്ങളെ, ചെറുതിലെ നമ്മൾ പുരുഷന്മാര് നമ്മുടെ കൊച്ചുമക്കളെ വല്ലപ്പോഴുമൊക്കെ പള്ളിയിൽ കൊണ്ടുപോകണം. വല്ലപ്പോഴുമൊക്കെ പള്ളിയിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. പള്ളി നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം. നമ്മുടെ ഉമ്മമാര് നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങളുടെ മക്കളെയും അടുത്ത് നിർത്തിയിട്ട് നിസ്കരിപ്പിക്കണം. ചെറിയൊരു പർദ്ദയൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, ഒരു മഫ്തയൊക്കെ ധരിപ്പിച്ചു കൊടുത്ത് ആ മക്കളെയും അടുത്ത് നിർത്തി നിസ്കരിപ്പിച്ചു നോക്ക്. അവര് വളർന്നാലും പിന്നെ നിങ്ങൾ നിസ്കരിക്കണമെന്ന് അവരോട് പറയേണ്ട ആവശ്യമില്ല. അവരോട് പറയേണ്ട ആവശ്യം വരില്ല. കാരണം നിങ്ങൾ ചെറുതിലെ ശീലിപ്പിച്ചത് നിസ്കാരമാണ്. ചെറുതിലെ തന്നെ നിങ്ങൾ അദബുകൾ നിങ്ങൾ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അതുകൊണ്ട് 7 വയസ്സ് മുതൽ നമസ്കാരം കൊണ്ട് നിങ്ങൾ കൽപ്പിക്കണേ. അന്ന് മുതൽ നിങ്ങൾ കൽപ്പിക്കണം. അന്ന് മുതൽ കൽപ്പിക്കുമ്പോൾ നിങ്ങളെ മക്കൾ അനുസരിക്കുന്നില്ല, അടിക്കണ്ട. 8 വയസ്സാകുന്നത് വരെ നിങ്ങൾ കൽപ്പിച്ചുകൊണ്ടിരിക്കുക. 8 വയസ്സായിട്ടും നിങ്ങൾ മക്കൾ അനുസരിക്കുന്നില്ല, നിസ്കരിക്കുന്നില്ല എങ്കിൽ വീണ്ടും 8 വയസ്സ് മുതൽ 9 വയസ്സ് വരെ നിങ്ങൾ കൽപ്പിക്കുക. അപ്പോഴും അനുസരിക്കുന്നില്ല. 9 വയസ്സ് മുതൽ 10 വയസ്സ് വരെ നിങ്ങൾ കൽപ്പിക്കുക. എന്നിട്ടും അനുസരിക്കുന്നില്ല എങ്കിൽ ഒരു 5 രൂപ ചെലവാക്കണേ. ഒരു 5 രൂപ ചെലവാക്കണം. കല്ലമ്പതിൽ ചൂരൽ കടയിൽ പോയിട്ട് ഒരു 5 രൂപ ചെലവാക്കിയിട്ട് ഒരു ചൂരൽ വാങ്ങിച്ചു കൊണ്ട് വെക്കണം. 10 വയസ്സായിട്ടും അടിച്ചിട്ടില്ല, അനുസരിച്ചിട്ടില്ല എങ്കിൽ
5 രൂപ കേസേ ഉള്ളൂ, പിന്നെ അവൻ നിസ്കരിച്ചോളൂ. 7 വയസ്സ് മുതലേ ഇങ്ങനെ കൽപ്പിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. അല്ലാതെ 7 വയസ്സിൽ കൽപ്പിച്ചിട്ട് പിന്നെ 10 വയസ്സിലാണ് കൽപ്പിക്കേണ്ടത്, അങ്ങനെയല്ല. 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ ഓരോ ദിവസവും ഇങ്ങനെ കൽപ്പിച്ചുകൊണ്ടിരിക്കണം. മോനെ നിസ്കാരത്തിന്റെ ടൈമായി, മോനെ ലോഹറായി, മോനെ അസറായി, മോളെ മഗ്രിബായി, മോളെ ഇശായി, മോനെ സുബഹിയായി, എഴുന്നേക്കടാ. ഓരോ വഖത്തിലും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ, നമ്മളെയും അള്ളാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ മക്കളെ നിസ്കരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം നിസ്കാരമുള്ളവരാകണം അല്ലേ? നമ്മുടെ മക്കള് നിസ്കാരമുള്ളവരാണെങ്കിൽ നമ്മൾ നിസ്കാരമുള്ളവരാകണ്ടേ? അത് മാതാപിതാക്കളെ ചെയ്യുന്നത് എന്തോ അതേ അവരും ചെയ്യുള്ളൂ. ആരോ നമസ്കാരം ഒഴിച്ചാൽ പിന്നെ ഒരു സ്ഥാനവും ഇസ്ലാമിലില്ല പൊന്നേ. എന്നെ തെറ്റിയില്ലവൻ മതിപ്പുള്ളതായി ഗണിക്കുന്നതാ, മത തെറ്റിയില്ലവൻ ഹീനനായി തള്ളുന്നതാ. സഹോദരങ്ങളെ, നമസ്കാരമില്ലാത്തവൻ ഒരു വിലയും പടച്ചവനായ തമ്പുരാൻ കൊടുക്കില്ല. അതുകൊണ്ട് മാതാപിതാക്കളായ നമ്മളും നമസ്കാരമുള്ളവരാകുക. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ പടച്ചവനെ, നീ എനിക്ക് ഗുണം ചെയ്തതുപോലെ എന്റെ മക്കളെയും എന്റെ മക്കൾക്കും നീ ഗുണം ചെയ്യണേ അല്ലാ. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, പടച്ചവനെ എനിക്ക് നീ നന്മകളെ ചൊരിഞ്ഞതുപോലെ, എന്നെ നീ ഉയർത്തിയതുപോലെ, എനിക്ക് സ്ഥാനമാനങ്ങളെ തന്നതുപോലെ, ഒരു പ്രവാചകനാക്കിയതുപോലെ എന്റെ മക്കൾക്കും അതേപോലെ ഗുണം നൽകണേ അല്ലാ എന്ന് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോ അല്ലാഹ് പറഞ്ഞ വാക്കെന്തെന്നറിയോ? അല്ലാഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ദാവൂദ് നബിയെ, അങ്ങേക്ക് ഞാൻ ഗുണം ചെയ്തതുപോലെ അങ്ങയുടെ മക്കൾക്കും ഞാൻ ഗുണം ചെയ്യണമെങ്കിൽ അങ്ങയുടെ മക്കളും നിങ്ങൾ അനുസരിച്ചതുപോലെ, നിങ്ങൾ എന്നെ എങ്ങനെയാണോ അനുസരിക്കുന്നത്, നിങ്ങൾ എന്നെ എങ്ങനെയാണോ വണങ്ങുന്നത്, നിങ്ങൾ എന്നെ എങ്ങനെയാണോ കീഴ്പ്പെട്ട് ജീവിക്കുന്നത്, അതേപോലെ നിങ്ങളുടെ മക്കളും എന്നെ അനുസരിക്കുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മക്കൾക്ക് ഞാൻ ഗുണം ചെയ്യാം.